വിലയേദാസം രഞ്ജൻ ജോർജാണ് ദൈവത്തിന്റെ വചനം ഇന്ന് ശുശ്രൂഷിക്കുന്നത്. ദൈവദാസനെ വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി യാത്രയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവവചനത്തിനായി കർത്താവിൻ്റെ തിരുനാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസി, ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുവചനവുമായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപിടുത്തത്തിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപിടുത്തത്തിലായിരിക്കാം. നാം കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തിൽ ഭയങ്കര ശക്തിയുണ്ട്. സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകത്തിൽ ശലോമോൻ 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ എഴുതിക്കുന്നത്, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നീ ചെവി ചായിക്ക, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, അവ നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ നീ സൂക്ഷിച്ചു വെക്കണം. അടുത്തത്, അവയെ കിട്ടുന്നവർക്ക് അവരുടെ മുഴുദേഹത്തിനും അത് സൗഖ്യമാണ്. അപ്പം ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ദൈവവചനം വളരെ ശ്രദ്ധയോടുകൂടെ ദൈവമക്കൾ കേൾക്കണം. കേൾക്കുക മാത്രമല്ല, കേട്ട വചനത്തിന് മുൻപിൽ ചെവി ചായ്ക്കണം. സമർപ്പിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം, താഴ്ത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം, ക്രമീകരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. ആ കേൾക്കുന്ന വചനം നമ്മുടെ കൺമുൻപിൽ നിന്ന് മാറിപ്പോകരുത്. കാരണം അതിനകത്ത് നമുക്കൊരു അത്ഭുതമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ കർത്താവെ തുറക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ അടുക്കിലേക്ക് വരുന്ന വചനത്തിനകത്ത് ദൈവം എന്തിനാണോ വചനം അയച്ചത് ആ വചനത്തിന്റെ നിവർത്തിയുണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു അത്ഭുതമുണ്ട്. അതുകൊണ്ട് ആ വചനം ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നമ്മുടെ കണ്ണിൽ നിന്ന് മാറിപ്പോകരുത്. ആ വചനം നമ്മുടെ ഹൃദയത്തിന്റെ നടുവിൽ സംഗ്രഹിച്ച് സൂക്ഷിച്ചു വെക്കണം. വചനം കേട്ടു, പ്രസംഗം കേട്ടു വിട്ടേച്ചു പോവുകയല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. കാരണം ഏതു സമയത്തും ആ വചനം പ്രവർത്തിക്കുന്ന വചനമാണ്. അടുത്ത വാക്കാണ് അവയെ കിട്ടുന്നവർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വചനം കിട്ടുകയില്ല. എന്നാൽ കിട്ടുന്നവർക്ക് എങ്ങനെ കിട്ടും? ശ്രദ്ധയോടെ കേട്ടാൽ. എങ്ങനെ കിട്ടും? ആ വചനത്തിനു മുമ്പിൽ സമർപ്പിക്കപ്പെട്ടാൽ, ആ വചനം നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറാതിരുന്നാൽ, അവ നമ്മുടെ ഹൃദയത്തിന് നടുവിൽ സൂക്ഷിച്ചു വെച്ചാൽ കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമ്മുടെ മുഴുദേഹത്തിനും അത് സൗഖ്യമായി മാറും, ഔഷധമായി മാറുമെന്ന്. എന്ന് പറഞ്ഞാൽ പുറമെയുള്ള സകല ആവശ്യങ്ങൾക്കും ആ വചനം അത്ഭുതമായി മാറും, സഹായമായി മാറുമെന്നാണ് ആ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിനകത്ത് 4-ാം അധ്യായം 20-ാം വാക്യത്തിനകത്ത് ശലോമോൻ പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്തും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിനകത്ത് അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവവചനം അതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ദൈവവചനം അത് ദൈവത്തിന്റെ ശബ്ദമാണ്. വചനം തൻ്റെ ആത്മാവല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം വരുന്നത് ദൈവത്തിന്റെ വായിൽ നിന്നാണ്. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ, അത് എൻ്റെ ഇഷ്ടം നിവർത്തിച്ച ശേഷമേ അത് മടങ്ങി വരത്തുള്ളൂ എന്ന് ആ വേദഭാഗങ്ങൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. 55-ാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ആ വാക്യം ഒന്ന് എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:20 ആണെന്ന് തോന്നുന്നു. ആ വാക്യം പെട്ടെന്ന് ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ എടുത്തോട്ടെ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. ശ്രദ്ധിക്കണമേ, താങ്ക് യു സിസ്റ്റർ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അപ്പോൾ പ്രസംഗിക്കുന്ന ആരാണെന്നുള്ളത് വിഷയമല്ല. കേൾക്കുന്നത് ദൈവവചനമാണെങ്കിൽ ആ വചനം പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവശബ്ദമാണ്. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അടുത്ത വാക്ക്, ആ ദൈവശബ്ദം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവം ഇതിലെ ഇന്ന് ഈ സമയത്തും കേൾക്കാൻ പോകുന്ന ദൈവവചനം പ്രസംഗിക്കുന്നത് ഞാനാണെങ്കിലും അത് വരുന്നത് ദൈവത്തിന്റെ വായിൽ നിന്നാണ്. ആ വചനം ദൈവമാണ് അയച്ചിരിക്കുന്നത്. കേൾവിക്കാർക്ക് വേണ്ടി, അവരുടെ വിഷയത്തിന് വേണ്ടി ദൈവം അയക്കുന്ന ദൈവവചനമാണ്. അവരോട് ഇടപെടാൻ വേണ്ടി ദൈവം അയക്കുന്ന വചനമാണ്. ആ വചനം വെറുതെ വന്നു പോകുകയില്ല. ദൈവം എന്തിനു വേണ്ടിയാണോ അത് അയച്ചിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്നത് എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് ഈ വചനത്തിലൂടെ നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും.
എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വചനം പ്രവർത്തിക്കുന്ന വചനമാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങളത് കേട്ട് കൈക്കൊണ്ട് വിശ്വസിച്ചതിനാൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ആ വചനം വ്യാപരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ആ വചനം ജാഗരിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അതിന്റെ നിവർത്തിയിലേക്ക് അത് കൊണ്ടുവരുത്തും. ദൈവം ഇതിലെ അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം അതിനകത്തുണ്ട്. കഴിഞ്ഞ നാളുകൾ കേട്ട വചനം, ആ വാഗ്ദത്തങ്ങളൊന്നും നിവർത്തിയായിട്ടില്ലെങ്കിൽ എനിക്ക് ഭാരമില്ല. കാര്യം ആ വചനം ദൈവത്തിന്റെ അടുക്കിലേക്ക് എനിക്ക് വേണ്ടി അയച്ച ആ വചനം, ആ വാഗ്ദത്തം ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. അത് ഏതു സമയത്തും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ അടുക്കൽ തന്നെ ഇപ്പോഴും ഉണ്ട്, അതെൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ഭവനത്തിലുണ്ട്. ഞാൻ അതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ടുള്ള വചനം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് അതിന്റെ നിവർത്തി വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ, അതിന്റെ മറുപടി വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ വാഗ്ദത്തം നിവർത്തിയായിട്ടില്ലെങ്കിൽ, അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല, അതിപ്പോഴും നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഭവനത്തിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. കാരണം അത് നിവർത്തി ഏത് സമയത്തും വെളിപ്പെടുത്തും. അത് വെളിപ്പെടുത്തിയ ശേഷമേ അത് ആ വചനം ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകത്തുള്ളൂ എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് സന്തോഷമാണ്. ഒത്തിരി വചനം നിവർത്തിയാകാനുണ്ട്. എന്നോട് സംസാരിച്ച് ഒത്തിരി വചനം നിവർത്തിയാകാനുണ്ട്. അത് ഏത് സമയത്തും നിവർത്തിയാകും. ഹല്ലേലൂയ. കാര്യം എന്താ? അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ഹല്ലേലൂയ ദൈവ ഇഷ്ടം എന്നിലൂടെ ആ വചനത്തിലൂടെ നിവർത്തിയായി ദൈവം ആഗ്രഹിച്ച കാര്യം നിവർത്തിച്ച ശേഷമേ അത് മടങ്ങിപ്പോകത്തുള്ളൂ. അതുകൊണ്ട് കേൾക്കുന്ന വചനങ്ങൾ നഷ്ടമാക്കരുത്. വളരെ ആഗ്രഹത്തോടെ കേട്ട്, കൊതിയോടെ കേട്ട്, അത് ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെച്ച് ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം അടങ്ങിയ വേദഭാഗം കൊലോസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യമാണ്. കൊലോഷ്യൻസ് ചാപ്റ്റർ 1:27. കൊലോസ്യർക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. അടുത്ത വാക്കാണ്, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഒരിക്കൽ കൂടെ പറയാം, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ദൈവസഭയ്ക്ക് കിട്ടിയ 2 വെളിപ്പാടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ സമയത്ത് പ്രസംഗിക്കുവാൻ, സംസാരിപ്പാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം. ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, സന്തോഷമുള്ളവരായി മാറും. ഏത് പ്രശ്നത്തിന് നടുവിലും നമ്മൾ ജയിക്കും. ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വെളിപ്പാടാണ്, ഒരു മർമ്മമാണ്. എന്താണ് ആ മർമ്മം? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുകയാണ്. കൊലോസ്യ സഭയോടാണ് ഇത് പറയുന്നത്. നമുക്കറിയാം, കൊലോസ്യ സഭയെക്കുറിച്ച് നമുക്കറിയാം. ആധുനിക തുർക്കി എന്നറിയപ്പെടുന്ന റോമാ സാമ്രാജ്യത്തിലെ ഒരു ചെറിയ നഗരമാണ്, ഒരു ചെറിയ സ്ഥലമാണ് കൊലോസ്യ എന്ന് പറയുന്ന സ്ഥലം. എഫെസോസിൽ ഏകദേശം 6 മൈൽ അപ്പുറത്തുള്ള ഒരു ചെറിയ നഗരമാണ്. ഇവിടെ പണ്ട് എഫെസോസിൽ പൗലോസ് പാസ്റ്ററായിരിക്കുന്ന സമയത്ത് ഈ 6 മൈൽ അപ്പുറത്തുള്ള കൊലോസ്യയിൽ നിന്ന് ആളുകൾ വന്ന് പൗലോസിലൂടെ സുവിശേഷം കേട്ടു, ദൈവവചനം കേട്ടു. അങ്ങനെ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, എപ്പഫ്രാസ്. അദ്ദേഹം മടങ്ങിച്ചെന്ന്, രക്ഷിക്കപ്പെട്ട ശേഷം അദ്ദേഹം മടങ്ങിച്ചെന്ന് അവിടെ ഒരു കൂട്ടായ്മ അത് തുടങ്ങി. അങ്ങനെയാണ് അവിടെ ഒരു സഭയുണ്ടാകുന്നത്, കൊലോസ്യയിൽ ഒരു സഭയുണ്ടാകുന്നത്. എഫെസോസിൽ വെച്ച് പൗലോസിന്റെ അടുക്കൽ വന്ന് വചനം കേട്ട അനേകരുടെ ഇടയിലുള്ള ഒരാളായ എപ്പഫ്രാസ് മടങ്ങിച്ചെന്ന് അവിടെ ഒരു സഭ സ്ഥാപിച്ചു. അങ്ങനെ ഒരു കൊലോസ്യ സഭ അവിടെ ഉണ്ടായി. ആ കൊലോസ്യ സഭ പിന്നെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്, വിശ്വാസവും സ്നേഹവും ഒക്കെ ഉള്ള സഭയാണെന്ന് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സഭ, തമ്മിൽ സ്നേഹിക്കുന്ന ഒരു സഭ. അങ്ങനെയൊക്കെയാണ് ആ 1-ാം അധ്യായത്തിൽ കൊലോസ്യ സഭയെ കുറിച്ച് പറയുന്നത്. എന്നാൽ പിന്നീട് ദുരുപദേശം സഭയ്ക്കകത്തേക്ക് കടന്നു കയറി. പല രീതിയിലുള്ള ദുരുപദേശം, ദൈവസഭയ്ക്ക് യോജിക്കാത്ത കാര്യങ്ങൾ, വചനത്തിന് യോജിക്കാത്ത കാര്യങ്ങളൊക്കെ സഭയ്ക്കകത്തേക്ക് കയറിയപ്പോ ഈ കാര്യം എപ്പഫ്രാസ് റോമിലുള്ള റോമൻ കാരാഗ്രഹത്തിലായിരിക്കുന്ന
പൗലോസിനെ അറിയിച്ചു, ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ സംഭവിക്കുന്നു, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ കാര്യങ്ങളെ മനസ്സിലാക്കി തരുവാൻ ഒരു ലേഖനം ഞങ്ങളുടെ സഭയ്ക്ക് എഴുതണം. ദുരുപദേശങ്ങൾക്കെതിരെ വചനത്തെ ഉറപ്പിക്കുവാൻ ഒരു ലേഖനം എഴുതണമെന്ന് AD 60-61 കാലഘട്ടത്തിൽ റോമൻ കാരാഗ്രഹത്തിൽ ഇരുന്ന് അദ്ദേഹം എഴുതിയ എഴുത്താണ് ഈ കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത്. 1-2 അധ്യായങ്ങളിലൊക്കെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ചും ദുരുപദേശത്തെ ഖണ്ഡനം ചെയ്തുകൊണ്ടുമൊക്കെ അദ്ദേഹം പ്രസ്താവിക്കുന്ന പ്രസ്താവനകളാണ് 1-2 അധ്യായം. 3-4 അധ്യായങ്ങൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതം പ്രായോഗികമായി എങ്ങനെ ജീവിക്കാമെന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായി എഴുതുന്നുണ്ട്. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ദുരുപദേശം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ദൈവമക്കൾ, ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യം, വിവിധ സോഷ്യൽ മീഡിയയിലൂടെ ചില ആളുകളൊക്കെ, പെന്തക്കോസ്തിനകത്തുള്ള ചില ദൈവദാസന്മാരെന്ന് പറയുന്ന ചില ആളുകളൊക്കെ, അവരെ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം അവരിലൂടെ വരുന്ന വാക്ക് യേശു ദൈവമല്ല. യേശു ദൈവമാണെന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു ഞാൻ ദൈവമാണെന്ന്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വളരെ തന്മയത്തോടുകൂടെ പല വാക്യങ്ങളും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് യേശു ദൈവമല്ലെന്ന് പറയുന്ന ചില ആളുകൾ ഈ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തോലിക്ക സഭ, പോപ്പ് കന്യാമറിയത്തോടുള്ള പ്രാർത്ഥന മാറ്റിവെച്ച് ഏകരക്ഷകനായ ക്രിസ്തുവിലേക്ക് മടങ്ങി വരണമെന്ന് കത്തോലിക്ക സമൂഹത്തോടെ പറയുന്ന കാര്യങ്ങൾ കിട്ടും. നല്ല കാര്യം, നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അങ്ങനെ നാമധേയ ക്രൈസ്തവർ പോലും ഈ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലുള്ള ചില ദുരുപദേശക്കാർ പറയുന്നത് യേശു ദൈവമല്ല, യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞോ? പിന്നെ വേറെ ചിലർ പറയുന്നുണ്ട് യേശുവിനെ ഒരു കൊച്ചു ദൈവമാക്കി മാറ്റാം, വലിയ ദൈവം പിതാവായ ദൈവമാണ്, കൊച്ചു ദൈവമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതെല്ലാം ദുരുപദേശമാണ്. എന്നാൽ ഇവിടെ അതേ തരത്തിലുള്ള യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ചിലര് ഈ കൊലോസ്യ സഭയ്ക്കകത്തേക്ക് കടന്നു കയറി ചില പഠിപ്പിക്കലുകൾ നടത്തിയപ്പോ പൗലോസിനെ കൊണ്ട് എപ്പഫ്രാസ് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ എഴുത്താണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ആ കൊലോസ്യ ലേഖനത്തിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തിനാ ഇത് എഴുതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാനാണ് ഈ ലേഖനം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനകത്തേക്ക് നിങ്ങൾ വരണം, ക്രിസ്തുവിൽ നിങ്ങൾ ആകണം, ക്രിസ്തുവിൽ തികഞ്ഞവരാകണം, അവന്റെ സ്വഭാവത്തോടെ ദൈവമക്കൾ അനുരൂപരാകണം. ക്രിസ്തുവിനെ വിട്ടൊരു ബിസിനസ് നമുക്കില്ല, ദൈവസഭയ്ക്കില്ല, ദൈവമക്കൾക്കില്ല. നമ്മളുടെ ആധാരം ക്രിസ്തുവാണ്, നമ്മുടെ ഫോക്കസ് ക്രിസ്തുവാണ്, നമ്മുടെ പ്രസംഗം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ദൈവമക്കളെ തിരിച്ചറിയണം, വിടുതൽ അവിടെയായിരിക്കുന്നത്. ആ ദൈവസഭയ്ക്ക് ലഭിച്ച വെളിപ്പാട് അതാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ ദിവസം നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ കേൾക്കണം. യേശുക്രിസ്തു ദൈവമാണ്. അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ, പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. സത്യമാണ്, ആരും കണ്ടിട്ടില്ല. ആ ദൈവത്തിന്റെ പ്രതിമയാണ്. ആ ദൈവം ഭൂമിയിൽ പ്രത്യക്ഷമായി വെളിപ്പെട്ടതാണ് യേശു കർത്താവ്. അതാണ് ആ കൊലോസ്യ ലേഖനം 1:14 അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണ്, യേശുക്രിസ്തു അദൃശ്യനായ, ഇതുവരെ ആരും കാണാത്ത ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ പ്രതിമയാണ്, രൂപമാണ് യേശു കർത്താവ്. യേശു കർത്താവ് ദൈവമല്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, യേശു കർത്താവ് ജനിക്കുന്നതിന് മുൻപേ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത് നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ്, ഒരു പ്രവചനമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി. കേൾക്കണമേ, ശ്രദ്ധിച്ച് കേൾക്കണമേ, സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഇത് കേട്ടാ മതി. അവൻ അത്ഭുത മന്ത്രി. അടുത്ത വാക്ക് വീരനാം ദൈവം. ആരെ കുറിച്ചാ? യേശുവിനെ കുറിച്ച്. യേശു ദൈവമല്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പറയാൻ ഒരു വാക്കാണ് അവൻ അത്ഭുത മന്ത്രി. അവിടെ അവസാനിച്ചില്ല, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അപ്പൊ എന്റെ യേശു കർത്താവ് ആരാ? അവൻ ദൈവമാണ്.
അവൻ വീരനാം ദൈവമാണ്. ദൈവമക്കൾ ഇത് ഉറപ്പിക്കണം. കാരണം നിന്റെയും എന്റെയും ജയം അവിടെയാ, അത്ഭുതം അവിടെയാ, വിടുതൽ അവിടെയാ, സമാധാനം അവിടെയാ, സന്തോഷം അവിടെയാ, സ്വസ്ഥത അവിടെയാ, സൗഖ്യം അവിടെയാണ്. ഇന്ന് ഈ ദിവസം തന്നെ ഈ വചന കേൾവിയിൽ തന്നെ അത്ഭുതങ്ങൾ, രോഗസൗഖ്യം വെളിപ്പെടും, ദൈവപ്രവർത്തികൾ വെളിപ്പെടും, കഴിഞ്ഞ നാളുകളെ പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടും. ഞാനത് അനുഭവിക്കുന്നയാളാണ്, ഞാനതിൽ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ ഈ വചനത്തിൽ അത്ഭുതമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. യേശു എന്ന നാമത്തിൽ അത്ഭുതമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. ആ അത്ഭുതം അനുഭവിക്കുന്നയാളാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചാലോ, ഫിലിപ്പിയ ലേഖനത്തിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ. കണ്ടോ? ആരെ കുറിച്ചാ? യേശുവിനെ കുറിച്ചാ. അവൻ ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, അവൻ ദൈവമാണ്. ദൈവ സ്വരൂപത്തിലിരിക്കെ അവന്റെ രൂപം അതായിരുന്നു, ദൈവമാണവൻ. അത് മുറുകെ പിടിക്കാതെ എന്ന് പറയുമ്പോൾ അത് വിട്ടേച്ച് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, വേഷത്തിൽ മനുഷ്യനായി എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അനവധി കാര്യങ്ങൾ. അമ്മ മറിയോടുകൂടെ യേശു കുഞ്ഞിനെ കണ്ടു, അവനെ നമസ്കരിച്ചു, അവനെ ആരാധിച്ചു. അപ്പൊ ആരാധനയ്ക്ക് യോഗ്യനാണ് യേശു കർത്താവ്, കാരണം അവൻ ദൈവമാണ്. ആ ദൈവമായിരിക്കുന്ന യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാണ് കൊലോസ്യ ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്ന മർമ്മം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അത്ഭുതമന്ത്രിയായ, വീരനാം ദൈവമായ, നിത്യപിതാവായ, സമാധാനത്തിന്റെ പ്രഭുവായ, ദൈവ സ്വരൂപത്തിലിരുന്നവൻ, ദൈവിക സമത്വത്തിലിരുന്നവൻ ഇപ്പോൾ ഇരിക്കുന്നത് പള്ളിക്കകത്തല്ല, ഏതെങ്കിലും കുന്നിലല്ല, മലയിലല്ല, പുണ്യസ്ഥലത്തിലല്ല. പിന്നെയോ എന്റെ ഉള്ളിൽ വിശ്വസിക്കുന്ന, എന്റെ ഉള്ളിൽ രക്ഷിക്കപ്പെട്ട എന്റെ ഉള്ളിൽ അവനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ഭുതം എന്റെ അകത്തുണ്ടെന്ന്. ഞാൻ വിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന ഒരു ദൈവം എന്റെ ഉള്ളിലുണ്ടെന്ന്. ദൈവസഭയെ ഇത് തിരിച്ചറിഞ്ഞാൽ അത്ഭുതം ആരംഭിക്കുകയാ, വിടുതൽ ആരംഭിക്കുക, ജയം ആരംഭിക്കുകയാ. ഇവിടെ പൗലോസ് പറയുകയാണ്, ഇതാണ് ഒരു മർമ്മം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സോഷ്യൽ മീഡിയയിലൂടെ തുടർന്ന് കേൾക്കാൻ പോകുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു മർമ്മം വെളിപ്പെട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു. എങ്ങും വിഷയത്തിന്റെ പരിഹാരത്തിനായി തേടിപ്പോകേണ്ട കാര്യമില്ല, ഗതികേട് വരത്തില്ല. അവിടെ വിടുതൽ ഇവിടെ വിടുതൽ എന്ന് പറയുമ്പോൾ ഓടിപ്പോകേണ്ട ഗതികേട് വരത്തില്ല. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എനിക്ക് വിടുതലുണ്ട്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എനിക്ക് സൗഖ്യമുണ്ട്. കാരണം ആ സൗഖ്യം തരുന്ന, വിടുവിക്കുന്ന ദൈവം ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. ഇതാണ് ഒരു വെളിപ്പാട്. ഇത് മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ഈ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് അടിച്ച് മുറിവേൽപ്പിച്ച് പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്തളത്തിൽ കൊണ്ടുപോയി ബന്ധിക്കപ്പെട്ടവരായി അവിടെ കിടക്കുമ്പോൾ, വാതിലുകളെല്ലാം അടഞ്ഞ് അകത്തളത്തിൽ കിടക്കുമ്പോൾ, അവരർദ്ധരാത്രിയായിട്ടും അവരെന്തോ ചെയ്തു, അവരെ സമയമൊന്നും അവർക്ക് വിഷയമല്ല. അവര് തന്നെ രണ്ടുപേരോട് ഒരുമിച്ചിരുന്നുണ്ട്. ആ മുറിവേൽക്കപ്പെട്ടവരായി വേദനിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുന്ന അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ വിടുതൽ വന്നത് പുറത്തുനിന്നല്ല, വിടുതൽ വന്നത് അവരുടെ ഉള്ളിൽ നിന്നാണ്. വിടുവിക്കുന്ന ശക്തി വെളിപ്പെട്ടത് പുറത്തുനിന്നല്ല, പുറത്തുനിന്നൊരു കാറ്റ് വന്നു അവിടെ കൊടുത്തിട്ടില്ല. അവരുടെ ഉള്ളിൽ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഉള്ളിൽ നിന്നൊരു ശക്തി പുറത്തു വന്നു. ആ ശക്തിയിൽ ഒരു ഭൂകമ്പമുണ്ടായി, അടിസ്ഥാനങ്ങൾ ഇളകി, ചങ്ങലകൾ അഴിഞ്ഞു വീണു, വാതിലുകൾ തുറന്നു, അത്ഭുതങ്ങൾ വെളിപ്പെട്ടു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ നിരാശയോടുകൂടെ ജീവിക്കേണ്ടവരല്ല ദൈവമക്കൾ. കാരണം നിന്റെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിപ്പുണ്ട്, അത്ഭുതമന്ത്രി ഇരിപ്പുണ്ട്, വീരനായ ദൈവം ഇരിപ്പുണ്ട്, നിത്യപിതാവ് ഇരിപ്പുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്നെ ഒരു മകനെ പോലെ തോളിലെടുത്ത് നടക്കാൻ, സമാധാനത്തിന്റെ പ്രഭു, അതിന്റെ ഹോൾസെയിൽ എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതുകൊണ്ട് ദുഃഖിച്ച് നടക്കേണ്ട, നിരാശപ്പെട്ട് നടക്കേണ്ട ആളല്ല.
മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് പൗലൂസ് പറയുകയാണ്, ഈ മർമ്മം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, യേശു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു, നമ്മളിൽ ഉണ്ടെന്നുള്ള ബോധ്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങൾ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. അവനുമായിട്ട് വേർപെട്ടു നടക്കരുത്. യേശു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അവനെ വിട്ടേച്ചു വേറെ എങ്ങും പോകരുത്. പാസ്റ്ററുമായിട്ടല്ല നമ്മുടെ കൂട്ടായ്മ, സംഘടനയുമായിട്ടല്ല നമ്മുടെ കൂട്ടായ്മ, നേതാക്കളുമായിട്ടല്ല നമ്മുടെ കൂട്ടായ്മ, വിശ്വാസികളുമായിട്ടല്ല നമ്മുടെ കൂട്ടായ്മ. നമ്മുടെ കൂട്ടായ്മ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 9-ാം വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയാണ് നമ്മുടെ കൂട്ടായ്മ. അതിനാണ് പിതാവായ ദൈവം നമ്മളെ വിളിച്ചത്, വിശ്വസ്തനായ ദൈവം നമ്മളെ വിളിച്ചത് തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ കൂടാനാണ്. അവനെ വിട്ടേച്ച്, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ വിട്ടേച്ച് നമ്മൾ പോകരുത്. ഈ ഉള്ളിലുള്ള യേശുക്രിസ്തുവുമായിട്ട് കൂട്ടായ്മയില്ലാതെ നമ്മൾ പുറത്തു പോകരുതെന്ന. ഇന്ന് ശ്രദ്ധിക്കണം, ഇന്ന് യേശുവിനെ പുറത്തിട്ടേച്ച് വാതിലടച്ച് കുറ്റിയിട്ടേച്ച് അകത്ത് നമ്മൾ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുക. സഭയോട് അങ്ങനെ ദൂത് പറഞ്ഞത്, ഞാൻ പുറത്തുനിന്ന് കൊട്ടുകയാ, പുറത്തെ വാതിൽ നിന്ന് ഞാൻ കൊട്ടുകയാ, അത് കുറ്റിയിട്ടിരിക്കുക, ആരെങ്കിലും എന്റെ ശബ്ദം കെട്ടെന്ന് അകത്ത് വാതിൽ തുറന്നെ അകത്ത് കയറ്റ്. തമ്പുരാൻ ആഗ്രഹിക്കുന്ന അതാ. കാരണം നിന്നെ വിടിവിക്കാൻ തമ്പുരാൻ ആഗ്രഹമുണ്ട്, നിന്നെ സഹായിക്കാൻ തമ്പുരാൻ ആഗ്രഹമുണ്ട്, നിന്റെ തല ഉയർത്തി നിന്നെ പ്രത്യാശയോടെ ജീവിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ജയം തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിന് നീ അവനുമായിട്ടായിരിക്കണം കൂട്ടായ്മ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ പൗലോസ് പറയുന്നുണ്ടോ, ആ കൂട്ടായ്മയിൽ, ആ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്നത് ആര്? പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഇല്ലില്ല. ഒരു വിഷയത്തിനും, ഒരു പ്രലോഭത്തിനും, ഒരു പ്രതികൂലത്തിനും യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ തന്നെ വേർപിരിക്കാൻ പറ്റില്ല. ആർക്കും പറ്റില്ല. പറയാൻ പറ്റുമോ ദൈവമക്കളെ? യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ, ആ കൂട്ടായ്മയാകണമെങ്കിൽ അവനിൽ ആഴത്തിൽ വേറുന്നുണ്ടാവും. അതവിടെ കൊടുത്തിരിക്കുന്ന ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവീൻ. അടുത്തത്, അവനിൽ വേരൂന്നിയും. അവനിൽ വേരൂന്നിയാലേ അവനിൽ വളരാൻ പറ്റൂ. അവനിൽ വളർന്നാലേ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ, സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. പിണക്കമുണ്ടോ, പകയുണ്ടോ അകത്ത്? കൂട്ടായ്മ നഷ്ടപ്പെട്ടതിന് അർത്ഥം പകയും പിണക്കവും കോപവും ക്രോധവും ശാഠ്യവും മത്സരവും തൊന്നവട്ടവും അസൂയയും വെറുക്കുത്തും വിഗ്രഹാരാധനയും ഒക്കെ നമ്മളിൽ ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് കർത്താവുമായിട്ട് ഒരു കൂട്ടായ്മയില്ല. പ്രവചിക്കാം, പ്രസംഗിക്കാം, പാടാം, അന്യഭാഷ പറയാം, പക്ഷെ ഉറപ്പിച്ചു പറഞ്ഞാൽ നീയുമായിട്ട് ഒരു ബന്ധമില്ല ദൈവത്തിന്. സഹോദരനോട് സ്നേഹമുണ്ടോ? കുടുംബത്തോട് സ്നേഹമുണ്ടോ? വിശ്വാസ സമൂഹത്തോട് തമ്മിൽ സ്നേഹമുണ്ടോ? ദൈവദാസന്മാരുടെ സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തുവുമായി കൂട്ടായ്മയുണ്ട്. ഇല്ലെങ്കിൽ പാസ്റ്ററെ ഇല്ല, ഇല്ലെങ്കിൽ ദൈവദാസനെ ഇല്ല, ദൈവദാസിയെ ഇല്ല. ചുമ്മാതാണ്, അഭിനയമാണ്. വചനവുമായി ബന്ധമില്ല, യേശുക്രിസ്തുവുമായി ബന്ധമില്ല. ഞാൻ പറഞ്ഞത് പുസ്തകമാ. ലോകത്തെ വെറുക്കണം, പക്ഷേ ദൈവമക്കൾ തമ്മിൽ സ്നേഹിക്കണം. ലോക സ്നേഹത്തോട് നിങ്ങൾ അനുരൂപരാകരുത്, ക്രിസ്തുവിന്റെ സ്നേഹത്തോട് നിങ്ങൾ അനുരൂപരാകണം. അവന്റെ സ്വഭാവത്തോട് നിങ്ങൾ അനുരൂപരാകണം. താഴ്മയുള്ളവരാകണം, സ്നേഹമുള്ളവരാകണം, കരുണയുള്ളവരാകണം. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. 1. 2, അവനിൽ വേരൂന്നണം. 2, ആത്മീയ വർധനവ് പ്രാപിക്കണം. 3, നിങ്ങൾക്ക് ഉപദേശിക്കുന്ന ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ ജാഗരിച്ചും കൊണ്ടിരിക്കണം. ആരാധിക്കാൻ ആരും പറയേണ്ട ഗതികേട് വരത്തില്ല, സ്തോത്രം ചെയ്യാൻ പറയേണ്ട ഗതികേട് വരത്തില്ല. വിശ്വാസത്തിൽ ഉറയ്ക്കുന്നവൻ സ്തോത്രത്തിൽ ജാഗരിക്കും. യേശുക്രിസ്തുവുമായി കൂട്ടായ്മ കൂടുന്നവൻ വാതുറും ദൈവത്തിന് മഹത്വം കൊടുക്കും. അവനെ ആരും ആരാധിപ്പിക്കേണ്ട കാര്യമില്ല, അവൻ ആരാധനക്കാരനാണ്. അപ്പൊ ശ്രദ്ധിക്കണം ദൈവമക്കൾ. 1, ഈ ഒരു മർമ്മം ദൈവമക്കൾ മനസ്സിലാക്കണം. എന്നെ വിടുവിക്കുന്നവൻ ഇരിക്കുന്നത് പുറത്തല്ല, ഒരു പള്ളിയിലല്ല, ഒരു കെട്ടിടത്തിലല്ല.
എന്നെ ഇരിക്കുന്നവൻ ഒരു പുണ്യസ്ഥലത്തല്ല, അവൻ ഇരിക്കുന്നത് രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച, ആ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ, ആ യേശുവിന്റെ ആത്മാവിനെ പ്രാപിച്ച എൻ്റെ ഉള്ളിൽ എൻ്റെ യേശുവുണ്ട്, എൻ്റെ വിടുതൽ എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ അത്ഭുതം എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ രക്ഷകൻ എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലുണ്ട്. ദൈവമക്കൾ, വിടുതൽ അവിടെ ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ വെളിപ്പാട് കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 57-ാം വാക്യമാണ്. ഒന്നാമത്തെ ദൈവസഭയുടെ മനസ്സിലാക്കേണ്ട ഒരു മർമ്മം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. സഭയെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്. എൻ്റെ ഉള്ളിൽ എൻ്റെ രക്ഷിതാവായ കർത്താവുണ്ട്. രണ്ടാമത്, ആ കർത്താവ് ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടണം. എന്റെ അകത്തിരിക്കുന്ന ദൈവം ആരാണെന്നുള്ള വെളിപ്പാട്. അതാണ് 1 കൊരിന്ത്യർ ചാപ്റ്റർ 15 വേഴ്സ് 57. 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യം. എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ, എന്റെ അകത്തിരിക്കുന്ന കർത്താവ് എനിക്ക് ജയം തരുന്ന ദൈവമാണ്. യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. ക്രിസ്തീയ ജീവിതം ജയത്തിന്റെ ജീവിതമാണ്. അതുകൊണ്ട് ആ പഴയ പാട്ടുകാരൊക്കെ പാടിയത്, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുരാജ നാമത്തിന് ജയം ജയം എപ്പോഴും. ഇന്ന് ആ പാട്ടൊന്നും നമ്മൾ പാടുന്നില്ല. സ്നാനത്തിന് പോലും ആ പാട്ട് പാടുന്നില്ല. എപ്പോഴും പാടേണ്ട കാര്യമാണ്, എല്ലാ ദിവസവും പാടണം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുരാജ നാമത്തിന് ജയം ജയം എപ്പോഴും. കാരണം ആ ദൈവസഭയ്ക്ക് ആ വെളിപ്പാടുണ്ടായിരുന്നു. യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആരാധിക്കാൻ വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഈ രണ്ട് മർമ്മം നമ്മുടെ അകത്ത് കയറിയാൽ മതി. ഈ രണ്ട് വെളിപ്പാട് ദൈവമക്കളെ നമ്മുടെ ഉള്ളിൽ കയറിയാൽ മതി. ഒന്ന്, വിടുവിക്കുന്ന ദൈവം, സത്യദൈവം, ജീവനുള്ള ദൈവം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. അവൻ ഞാൻ എവിടെ പോയാലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, കടലിനകത്താണെങ്കിലും കാരാഗ്രഹത്തിനകത്താണെങ്കിലും, എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. അവൻ എനിക്ക് ജയം നൽകുന്ന ദൈവമാണ്. നമ്മളൊക്കെ എത്ര ആവേശത്തോടെ ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ രണ്ട് മർമ്മം നമ്മുടെ അകത്ത് കയറിയാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും തല ഉയർത്തിപ്പിടിച്ച് ഉയരത്തിലേക്ക് നോക്കി നടക്കാൻ പറ്റും. ഈ രണ്ട് വെളിപ്പാട് നമ്മുടെ അകത്ത് കയറണം. ഇന്ന് ഈ പകലും രാത്രിയും എന്നെ കേൾക്കും ദൈവമക്കള്, ഇന്ന് ഈ വചനം നിന്റെ അകത്ത് കയറിയാൽ അത്ഭുതം ആരംഭിക്കുകയാണ്. 7 സമയത്തും നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കണം, ഒരു വിടുതൽ പ്രതീക്ഷിക്കണം, ഒരു ജയം പ്രതീക്ഷിക്കണം. കാരണം ഈ വചനം ജയം തരുന്ന വചനമാണ്. ഈ ക്രിസ്തു ജയം തരുന്ന കർത്താവാണ്. അപ്പൊ ജയം തരുന്ന ഒരു ദൈവം ആര് മുഖാന്തരം? ക്ലോസ് ഉണ്ട്. ആര് മുഖാന്തരം? യേശുക്രിസ്തു മുഖാന്തരം. അപ്പൊ ജയം വേണോ? യേശുക്രിസ്തു വേണം. യേശുക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ജയമില്ല. ശ്രദ്ധിക്കണം, അതാ ക്ലോസ്. അവിടെ അങ്ങനെ കൊടുത്തിരിക്കും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പൊ ജയമുണ്ട്. അത് ആരിലൂടെ ലഭിക്കത്തുള്ളൂ? യേശുക്രിസ്തുവിലൂടെ. ക്ലോസ് അതാണ്. ദൈവം ഇതിലെ യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചു നമുക്കൊരു ജയമില്ല. യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചു നമുക്കൊരു അനുഗ്രഹമില്ല. യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചു നമുക്കൊരു സൗഖ്യമില്ല. യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചു നമുക്കൊരു ഉയർച്ചയില്ല. യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചു നമുക്കൊരു ജീവനില്ല. യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചു നമുക്കൊരു വിടുതലില്ല. യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചു ഒരു നിത്യജീവനില്ല. യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചു നമുക്കൊരു സ്വർഗമില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുക്രിസ്തുവിലൂടെയാണ്. അവരെ മാറ്റിവെച്ചു നമുക്കൊരു അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. ഇനി യേശുക്രിസ്തുവിനെ മാറ്റിവെച്ചു ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയാകുമോ? ഒരു ദൈവിക കൂട്ടായ്മയാകുമോ? ഇല്ല. കാരണം യേശുക്രിസ്തുവിനെ മാറ്റിവെച്ചു നമുക്കൊരു കൂടിവരവില്ല. ഇന്ന് നമ്മൾ പല ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത്, നാളെ കേൾക്കാൻ പോകുന്നത്. പക്ഷെ ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു ഫെലോഷിപ്പാണ്, ഇതൊരു കൂടിവരവാണ്.
ഈ കൂടിവരവിൽ ആരാണ്? യേശുക്രിസ്തുവാണ് മെയിൻ. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനില്ലാതൊരു കൂടിവരവില്ല. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അപ്പൊ പെന്തക്കോസ്ത് സമൂഹമേ, യേശുക്രിസ്തുവില്ലാത്ത ഒരു കൂടിവരവ് നമുക്കില്ല. ആ കൂടിവരവ് യേശുക്രിസ്തുവിലൂടെയുള്ള കൂടിവരവാണെങ്കിൽ അവിടെ വെളിപ്പെടേണ്ടത് യേശുവെന്ന നാമമാണ്. ആ നാമം ദൈവിക നാമമാണ്. ആ നാമം ഉയർപ്പിന്റെ നാമമാണ്. ആ നാമം അനുഗ്രഹത്തിന്റെ നാമമാണ്. ആ നാമം സൗഖ്യത്തിന്റെ നാമമാണ്. ആ നാമം ഉയർച്ചയുടെ നാമമാണ്. ആ നാമം ജീവന്റെ നാമമാണ്. ആ നാമം നിത്യജീവന്റെ നാമമാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചു നമുക്കൊരു കൂടിവരവില്ല. അത് വീട്ടിനകത്തെ അപ്പനും മക്കളോട് ചേർന്നുള്ള പ്രാർത്ഥനയാണെങ്കിലും അതിനകത്ത് ആരാ വെളിപ്പെടുന്നത്? അത് യേശുക്രിസ്തുവാ വെളിപ്പെടുന്നത്. ഉയർത്തപ്പെടേണ്ടത് യേശു എന്ന നാമമാണ്. നമ്മൾ കൂടി വരുന്നത് ആ നാമത്തിന്റെ പേരിലാണ്. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഞാനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളെങ്കിലും ഞങ്ങൾ വരുന്നത്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച, യാഗമായി തീർന്ന, ക്രൂശിൽ യാഗമായി മാറിയ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്കാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ്. അപ്പോഴാണത് യഥാർത്ഥമായ ഒരു ദൈവിക കൂടിവരവായത് മാറുന്നത്. യേശുക്രിസ്തുവില്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ടോ? യേശുക്രിസ്തുവില്ലാത്തൊരു പ്രാർത്ഥന ദൈവമക്കൾക്കില്ല. കാരണം നമ്മൾ ഏത് വിഷയം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുൻപ് എങ്ങനെ പറയും? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സീൽ ചെയ്യുന്നത് യേശുവിന്റെ നാമത്തിലാണ്. നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് അതിനെ മുദ്ര വെക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. ആ നാമം വെളിപ്പെടുമ്പോഴാണ് പിതാവായ ദൈവത്തിന്റെ കൃപ അതിനകത്തൊക്കെ വ്യാപരിക്കുന്നത്, അത്ഭുതം വെളിപ്പെടുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ മാറ്റി വെച്ച് നമുക്കൊരു പ്രാർത്ഥനയില്ല. നീ യേശുവിനെ മാറ്റി വെച്ച പുതിയ നിയമത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടോ? ഇല്ല. നമുക്ക് എത്രയോ കാര്യങ്ങൾ അറിയാം. യേശുക്രിസ്തുവിനെ മാറ്റി വെച്ചൊരു ദൈവപ്രവൃത്തി ഇല്ല. ആ ദേവാലയത്തിന്റെ മുൻപിൽ, സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ മനുഷ്യന്റെ അടുക്കിലേക്ക് 9 മണി നേരത്തെ പ്രാർത്ഥിക്കാൻ കടന്നുപോയ പത്രോസും യോഹന്നാനും പറയുന്നൊരു കാര്യമുണ്ട്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, വെള്ളിയേക്കാളും പൊന്നിനേക്കാളും വലിയ ഒരു നാമം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ ഉള്ളിലുണ്ട്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നുണ്ട്. അത് നസറനായ യേശുവിന്റെ നാമമാണ്. ആ നാമത്തിൽ നിനക്ക് വിടുതലുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ അവരുടെ കർത്താവുണ്ടായി. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ച പള്ളിവ അവിടെ വെച്ചൊരു വിടുതൽ നല്ല പറഞ്ഞത്. കാരണം അവരുടെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവുണ്ട്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തു ജയം തരുന്ന ക്രിസ്തുവാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെള്ളിയേക്കാളും പൊന്നിനേക്കാളും വിലയേറിയതായി ഞങ്ങൾ കാണുന്ന നസറനായ യേശുവിന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ടെന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ ആ കരപ്പിൽ വെളിപ്പെട്ട ശക്തി ആ മുടന്തനെ, അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ മനുഷ്യനെ ചാടി തുള്ളി എഴുന്നേൽപ്പിച്ച് നടത്തി ആലയത്തിനകത്ത് കിടത്തി ആരാധിപ്പിച്ചെങ്കിൽ ഈ നാമം ദൈവപ്രവൃത്തിയുടെ നാമമാണ്. ദൈവപൈതലെ, ഉപയോഗിക്കുക യേശുവെന്ന നാമത്തെ. നിന്റെ ജീവനേക്കാൾ വലിയ നാമം യേശുവെന്ന നാമമാണെങ്കിൽ, നിന്റെ ഭൗതിക നന്മയേക്കാൾ വലിയ നാമം യേശുവെന്ന നാമമാണെങ്കിൽ, നീ ഇവിടെ വലുതെന്ന് കാണുന്നതിനേക്കാൾ വലിയ നാമം യേശുവിന്റെ നാമമാണെങ്കിൽ, ആ നാമം നിന്റെ നാവിലൂടെ ഉയർത്തപ്പെടുമ്പോൾ ആ നാമത്തിലൂടെ വെളിപ്പെടുന്ന വിടുതൽ അതിൽ നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കും. രക്തസ്രവമുള്ള സ്ത്രീയെ നിങ്ങൾ കണ്ടാൽ, ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സഹോദരിയാണ്. യേശുവിൻ്റെ അമ്മ മറിയ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഹോദരിയാണ് രക്തസ്രവമുള്ള സ്ത്രീ. കാരണം അവൾക്ക് വിടുതലെടുക്കാൻ അറിയാം. പ്രസംഗിക്കാൻ അവൾക്കറിയില്ല. ഇന്ന് നമുക്കെല്ലാവർക്കും പ്രസംഗിക്കാൻ അറിയാം. പക്ഷേ ആ പെങ്കൊച്ചിന് വിടുതലെടുക്കാൻ അറിയാം. അവളുടെ വിഷയത്തിന് വിടുതലെടുക്കാൻ അവൾക്കറിയാം. അവൾക്ക് ഒത്തിരി പ്രസംഗിക്കാൻ അറിയത്തില്ല. അവൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടില്ല. അവൾ ആകപ്പാടെ കേട്ടത് യേശുവിനെ കുറിച്ച് കേട്ടു. യെരൂശലേം തെരുവിലൂടെ അത്ഭുതങ്ങൾ ചെയ്ത് നടക്കുന്ന യേശുവിനെ കുറിച്ച് അവൾ കേട്ടു. കേൾക്കാൻ സാധ്യതയില്ല, പക്ഷേ ദൈവം അവളെ കേൾപ്പിച്ചു. ആ കേൾപ്പിച്ച വചനം വെറുതെയായില്ല. അവൾക്ക് മനസ്സിലായി, ഇതെന്റെ ജീവിതത്തിൽ അത്ഭുത നാമമാണ്.
ഈ കേട്ട നാമം അത്ഭുത നാമമാണ്. യേശു എന്ന നാമം അത്ഭുത നാമമാണ്. ആ സെക്കൻഡ് മുതൽ അവളെ നോക്കിക്കൊണ്ട്, അവളുടെ വിഷയത്തെ നോക്കിക്കൊണ്ട് അവൾ പ്രവചിച്ചു പറഞ്ഞു, ആ നാമത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ, ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ ആ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അവളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ച് അവളുടെ ബാധയെ നിർത്തി അവളുടെ വിഷയത്തിന് വിടുതൽ കൊടുത്തെങ്കിൽ ആ നാമം അത്ഭുത നാമമാണ്. അതുകൊണ്ടാണ് പഴയ പാട്ടുകാർ പാടിയത്, ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം എല്ലാ നാമത്തിലും മേലായ നാമം. കണ്ടതയോ ഇതിലെ എല്ലാ നാമത്തിലും മേലായ നാമമാണ്, അതിശയനാമമാണ്. ഇന്ന് ആ പാട്ടൊന്നും ഇല്ല. ഇന്ന് നമ്മൾ എന്തൊക്കെയോ പാടുക, എന്താ പാടുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഇന്നലെ എഴുതും, ഇന്ന് പാടും, നാളെ തീരും, മറ്റന്നാളിൽ നമ്മളത് മറന്നു കളയും. കാരണം ആ പാട്ടിന് അത്രയേ ഉള്ളൂ ആയുസ്. കാരണം എഴുതിയവനും അറിയത്തില്ല എന്തിനെഴുതി, പാടിയവനും അറിയത്തില്ല, അത് അപകടം കൊണ്ട് അവസാനിക്കുക. എന്നാൽ പഴയ പിതാക്കന്മാർ അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ എഴുതിയ വരികൾ ഇന്നും ആവർത്തിച്ച് പാടി ആവേശത്തോടുകൂടി അഭിഷേകത്തിന്റെ നിറവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമേ, ആ നാമം അതിശയ നാമമാണ്, ആ നാമം അത്ഭുത നാമമാണ്, ആ നാമം ജീവന്റെ നാമമാണ്, ഉയർത്തെഴുന്നേറ്റ നാമമാണ്. ഇന്ന് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഹല്ലേലൂയ അഡ്വക്കേറ്റിന്റെ നാമമാണ് യേശു എന്ന നാമം. അതുകൊണ്ട് അത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. എൻ്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിലാണ് അധികാരം വെളിപ്പെടുന്നത്. കൂടിവരവ് യേശുവിന്റെ നാമത്തിലാണ്, പ്രാർത്ഥന യേശുവിന്റെ നാമത്തിലാണ്, ദൈവപ്രവർത്തികൾ യേശുവിന്റെ നാമത്തിലാണ്. ഇവിടെയെല്ലാം യേശുവിന്റെ നാമത്തിലൂടെ ഇതെല്ലാം നടക്കുമ്പോൾ പിതാവായ ദൈവം മഹത്വപ്പെടുകയാണ്, മഹിമപ്പെടുകയാണ്. കാരണം യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. ഹല്ലേലൂയ, എന്നിലൂടെ മഹത്വം ദൈവത്തിന് കിട്ടുകയാണ്, പിതാവായ ദൈവത്തിന് കിട്ടുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുകയാണ്. മനസ്സിലാക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം, ഭൂതങ്ങളുടെ മേൽ അധികാരം യേശുവെന്ന നാമത്തിലാണ്. നിന്റെ ഭവനത്തെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, കുടുംബജീവിതത്തെ തകർക്കുവാൻ, നിന്റെ തലമുറയുടെ ഭാവിയെ തകർക്കുവാൻ വെളിപ്പെടുന്ന പൈശാചിക വ്യാപാരങ്ങളുടെ മേൽ നീ യേശുവെന്ന നാമത്തിന്റെ അധികാരം വെളിപ്പെടുത്ത്. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറയെ വിട്ടുമാറാൻ കൽപ്പിക്ക്. നീ പറഞ്ഞാൽ ആ ഭൂതം ഓടിപ്പോകും. കാര്യം എന്തെന്നറിയാമോ? ഈ നാമത്തിന് മുന്നിൽ നിൽക്കാൻ അവന് കഴിയില്ല. കാരണം ഇത് അധികാരനാമമാണ്. നിന്റെ ഭവനത്തിന് അത്ഭുതം വെളിപ്പെടണമോ? ഈ നാമത്തെ ഉപയോഗിക്ക്. കാരണം ഇത് അത്ഭുത നാമമാണ്. നിന്റെ ശരീരത്തിന് സൗഖ്യം ആവശ്യമുണ്ടോ? ഈ നാമത്തെ ഉപയോഗിക്ക്. വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. രോഗിയുടെ മേൽ കരം വെച്ചാൽ യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം വെളിപ്പെടും. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിനകത്ത് നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനത്തിന്റെ അവസാന ഭാഗത്തിൽ പൗലോസ് പറയുന്നത്, വാക്കിനാലോ പ്രവൃത്തിയാലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്താലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. ദൈവവൈതലേ, എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, ദൈവവചന ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ദൈവദാസീദാസന്മാരെ, ഈ യേശുവിനെ നമ്മൾ ഉപയോഗിക്കണം. പൗലോസ് പറയുകയാണ്, വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉപയോഗിക്കണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം. അതാണ് കൊലോസ്യ ലേഖനത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാക്കിനാലോ പ്രവൃത്തിയാലോ നിങ്ങൾ എന്ത് ചെയ്താലും യേശു കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണം. സ്വർഗത്തിൽ പോകാൻ വേറെ മാർഗമൊന്നുമില്ല, ഈ നാമം ഉപയോഗിച്ചേ പറ്റൂ. കാരണം യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പറ്റില്ല ദൈവമൈതലേ. അത് തിരിച്ചറിഞ്ഞ കത്തോലിക്ക സമൂഹത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. താമസിച്ചാണെങ്കിലും അവരത് തിരിച്ചറിഞ്ഞല്ലോ. നമ്മൾ തിരിച്ചറിഞ്ഞ പലതും കൈവിട്ട് കളയുമ്പോൾ അവര് തിരിച്ചറിയാൻ വേണ്ടി അതിൽ മടങ്ങി വന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മറിയയിലൂടെ അല്ല, മറ്റ് മധ്യസ്ഥന്മാരിലൂടെ അല്ല, യേശുക്രിസ്തുവിലൂടെ മാത്രമേ, അവൻ മാത്രമാണ് ഏകരക്ഷകൻ എന്നവർ പ്രഖ്യാപിച്ചെങ്കിൽ അത് ഒരു വലിയ അനുഗ്രഹമാണ്, വലിയ ജയമാണ്. ക്രിസ്തീയ സമൂഹത്തിന് അതൊരു വലിയ ജയമാണ്, ലോകത്തിന് അത് വലിയ ജയമാണ്.
അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവിധത്തിലെ എൻ്റെ പ്രസംഗ വിഷയവും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ക്രിസ്തുവില്ലാത്തൊരു പ്രസംഗമില്ല. അത് അബ്രഹാമിനെ പ്രസംഗിച്ചാലും, മോശയെ പ്രസംഗിച്ചാലും, യോശുവയെ പ്രസംഗിച്ചാലും, ന്യായാധിപന്മാരിൽ ആരുടെ പേര് പറഞ്ഞ് പ്രസംഗിച്ചാലും, ഹല്ലേലൂയ, എനിക്ക് പറയാനുള്ളത് അതിനകത്തൂടെ യേശുവിനെ കുറിച്ചാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. എനിക്ക് ഉയർത്താൻ ഒരു നാമം യേശുവെന്ന നാമമാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. യേശു പറഞ്ഞു ശിഷ്യന്മാരോട്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എന്നെ കേൾക്കും ദൈവവിധലേ, ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. എന്തിനാണെന്നറിയാമോ? കൊലോസ്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. അവിടുത്തെ സഭയുടെ മൂപ്പനായിരിക്കുന്ന അല്ലെങ്കിൽ പാസ്റ്ററായിരിക്കുന്ന എപ്പഫ്രാസിനെ കുറിച്ചും പൗലോസ് പറയുന്ന വാക്കതാണ്, നിങ്ങളിൽ ഒരുവനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പോൾ പൗലോസ് മാത്രമല്ല, എപ്പഫ്രാസും അവൻ്റെയും ആഗ്രഹം സഭയിലുള്ളവർ ക്രിസ്തുവിൽ തികഞ്ഞവരാകണം, ക്രിസ്തുവുമായി അഭേദ്യമായി ബന്ധമുള്ളവരാകണം, അവനുമായി നല്ല കൂട്ടായ്മയുള്ളവരാകണം, അവനിൽ വേരൂന്നണം, ആഴക്കുഴിച്ച് പാറമേൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രതികൂലത്തിനും ഒരു കാറ്റിനും ഒരു തിരമാലയ്ക്കും തള്ളിയിടാൻ കഴിയാത്ത തരത്തിൽ ഉറപ്പുള്ളവരായി മാറണം. അവനിൽ വേരൂന്നണം, ആത്മീയ വർധനമുണ്ടാകണം, ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിന് ഉപയോഗിക്കണം. 10 കന്യകമാരിൽ 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ലഭിക്കുന്ന അവസരങ്ങൾ ആത്മാവിൽ നിറയുവാൻ, എണ്ണ കരുതുവാൻ, ശേഖരിക്കുവാൻ കിട്ടിയ അവസരം ഉപയോഗിക്കണം. അങ്ങനെയുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി മാറണം. ഒരു വിഷയത്തിനും യേശുക്രിസ്തുവിൽ തന്നെ അടർത്തി മാറ്റാൻ കഴിയത്തില്ല. ആ ഒരു തരത്തിലുള്ള വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായും ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരുമായി മാറണം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 2 മർമ്മം. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഞാനത് തിരുത്തി പറയും. ആ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ ആരാധിക്കുമ്പോൾ അവൻ ഉണരും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് ഉണരും, ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ അവൻ ഉണരും, ഞാൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അവൻ ഉണരും. വേറെ ഒന്നിനും അവനെ ഉണർത്താൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചതുപോലെ, തിരമാലയ്ക്കോ പടകിനകത്തിരിക്കുന്ന യേശുവിനെ ഉണർത്താൻ തിരമാലയ്ക്ക് പറ്റുകയില്ല. തള്ളിക്കറിയ വെള്ളത്തിന് യേശുവിനെ ഉണർത്താൻ പറ്റിയില്ല. എന്നാൽ യേശുവിന്റെ വിളികെട്ടിറങ്ങി തിരിച്ച ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നവനെ തൊട്ടപ്പോൾ അവൻ ഉണർന്നതുപോലെ. കാരണം ആ പടകിനകത്ത് യേശു ഉണ്ടായിരുന്നു. എൻ്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉണരും, അവൻ എഴുന്നേൽക്കും, എനിക്ക് മുൻപിലുള്ള പ്രതിസന്ധികളെ അവൻ മാറ്റിത്തരും. എൻ്റെ പ്രശ്നങ്ങളിൽ അവൻ എനിക്ക് സഹായകനായി മാറും, എൻ്റെ സംരക്ഷകനായി മാറും, എനിക്ക് വേണ്ടി കരുതുന്നവനായി മാറും, എൻ്റെ സൗഖ്യദായകനായ കർത്താവായി മാറും. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വചനധ്യാനത്തിലൂടെ, ദൈവിക കൂട്ടായ്മയിലൂടെ, യേശുക്രിസ്തു എന്ന നാമത്തെ അധരങ്ങളിലൂടെ ഉപയോഗിക്കുന്നതിലൂടെ, വിഷയങ്ങളുടെ നടുവിൽ വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഏത് ക്രിയ ചെയ്താലും യേശു കർത്താവിന്റെ നാമത്തിൽ. കാരണം ആ നാമം അത്ഭുത നാമമാണ്. ഒരിക്കൽ കൂടെ പറയാം, ആ നാമം, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ്, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. കണ്ണുകളെ അടയ്ക്കാം. പ്രിയ സഹോദരിയെ, നീ അനുഗ്രഹിക്കപ്പെട്ട് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, പ്രസംഗിക്കുന്ന ഞാനും ആഗ്രഹിക്കുന്നു. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. ഇന്ന പള്ളിയിൽ പോയാൽ, ഇന്ന പാസ്റ്ററുടെ അടുക്കൽ പോയാൽ അല്ല, അതെല്ലാം മായ്ച്ചു കളഞ്ഞേക്ക്. കാരണം നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ എഴുന്നേൽപ്പിക്ക്, അവനെ ഉണർത്ത്. നീ ഇരിക്കുന്ന ഇടങ്ങളിൽ പാസ്റ്റർക്ക് വരാൻ പറ്റുകയില്ല. ചില അവസരങ്ങളിൽ നിന്റെ പ്രസ്ഥാനത്തിൽ വരാൻ പറ്റുകയില്ല. ചില അവസരങ്ങൾ നിനക്ക് നിന്റെ പള്ളിയിൽ പോകാൻ പോലും പറ്റുകയില്ല. നമ്മളത് 20 മുതൽ 22 വർഷം നമ്മൾ കണ്ടതാണ്. എന്നാൽ നീ ഇരിക്കുന്ന ഇടത്ത് ഏത് സമയത്തും, അത് കാരാഗ്രഹത്തിനകത്താണെങ്കിലും കടലിലാണെങ്കിലും എവിടെയും വരാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവൻ ക്രിസ്തുവാണ്. അവൻ നിന്റെ ഉള്ളിലുണ്ട്.
ആ ക്രിസ്തു നിനക്കും എനിക്കും ജയം നൽകുന്ന കർത്താവാണ്. കണ്ണുകളെ അടയ്ക്കാം. ഈ വചനത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെടുന്ന, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ നൽകുക, എൻ്റെ വചനങ്ങൾക്ക് നിൻ്റെ മൊഴികൾക്ക് നീ ചെവി ചായിക്കുക, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, അവ നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കേ. ആ സമയാസമയങ്ങളിൽ അത് ഉപയോഗിച്ചാൽ നിൻ്റെ മുഴു ശരീരത്തിനും മുഴു വിഷയത്തിനും അത് പരിഹാരമാകും, ഔഷധമാകും. കണ്ണുകളെ അടയ്ക്കാം. ദൈവവചനത്തിന് മുൻപിൽ സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ കരങ്ങളെ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നെങ്കിൽ, പ്രസംഗിച്ച പോഷനെ മറന്നേക്ക്, പ്രസംഗിച്ച കഴുതയായ എന്നെ മറന്നേക്ക്. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനം അത് യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. തെസ്സലോനിക്കരെ പോലെ ഇത് നീയാണ് പ്രസംഗിച്ചതെങ്കിലും ഞങ്ങൾ കേട്ടത് ദൈവശബ്ദമാണെന്ന് പറയുന്ന ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നവർക്ക് കൊണ്ട് ഈ വചനം വ്യാപരിക്കും. എല്ലാവരും ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് മലർത്തിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ പിതാവേ, തിരുപാദപീഠത്തിൽ ഞങ്ങൾക്ക് സ്വല്പനേരം ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം മുൻപിലും ദൂരസ്ഥലങ്ങളിലുമൊക്കെ ആയിരുന്നു കേൾക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അത് കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വെളിപ്പെട്ടെന്ന് വചനം പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ്, ഞങ്ങൾ ഉയർത്തിയത് യേശുവെന്ന നാമത്തെയാണ്, ഞങ്ങൾ പ്രസംഗിച്ചത് യേശുവെന്ന നാമത്തെയാണ്, ഞങ്ങൾ കേട്ടത് യേശുവെന്ന നാമത്തെയാണ്. ആ നാമത്തിൻ്റെ ശക്തി ഞങ്ങൾക്കറിയാം കർത്താവേ. ആ നാമത്തിൻ്റെ ശക്തിയിൽ വെളിപ്പെടേണ്ട എല്ലാ നന്മകളും ഈ സമയത്ത് തന്നെ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആ ശക്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത് രോഗസൗഖ്യമായും അത് അനുഗ്രഹമായും തലമുറയുടെ ഭാവിയായും മുൻപോട്ടുള്ള ഞങ്ങളുടെ യാത്രയുടെ കർത്താവ് പുതുവഴിയായും ഒക്കെ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തമ്മിൽ എല്ലാവരെയും സ്നേഹിപ്പാനും കരുതുവാനും ആ സ്വഭാവത്തോട്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഏകീഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കുകയാണ് യേശു കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ അസ്ഥികളുടെ മേലും ഞാടി ഞരമ്പുകളുടെ മേലും രക്തധമനികളുടെ മേലും ത്വക്കിൻ്റെ മേലും വ്യാപരിക്കുന്ന രോഗശക്തികൾ തീയിങ്കൽ മെഴു ഉരുകിപ്പോന്ന പോലെ, ചൂടിങ്കൽ മഞ്ഞുരുകിപ്പോന്ന പോലെ ആ രോഗപത്മന ശക്തികൾ ഉരുകിപ്പോകട്ടെ. ആ ക്യാൻസർ, ആ രോഗാണുക്കൾ ഉരുകിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും ഞങ്ങൾ ഒരുമിച്ച് ജയം കൽപ്പിക്കുകയാണ്. തലമുറകളെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാ മണ്ഡലങ്ങളും തുറന്നു കൊടുത്ത് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് എല്ലാ കേൾവിക്കാരെയും അനുഗ്രഹിച്ച് ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുമഹത്വവും യേശു കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.